ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഇറങ്ങുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കലെന്ന് നിർബന്ധമാണല്ലോ. അപ്പം ഞങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പം അത് വിചാരിച്ചിട്ട് നൈറ്റിലേക്ക് ഞാൻ വീട്ടിൽ ഫുഡൊന്നും കരുതിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ഒരു സന്ധ്യ സമയമായിട്ടുള്ളൂ, എന്തായാലും രാത്രിക്ക് വിശക്കും. അപ്പോൾ ഇത് ശിവനൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പിണങ്ങിയിരിക്കുന്ന ആളുണ്ട്. അപ്പോൾ ജ്യൂസ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അൽഫാം വന്നു. ശിവ അധികം കഴിക്കാറുമില്ല, അങ്ങനെ അധികം കൊടുക്കാറുമില്ല. മയോണൈസ് അവൾ തൊടില്ല. അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം വീട്ടിലെത്താലെന്ന് വിചാരിച്ചപ്പോൾ കണ്ടില്ലേ, കൈ അടിക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ, വളരെയധികം സന്തോഷം കൊണ്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സമാധാനത്തിൽ വേഗം വീട്ടിലെത്താലെന്ന് വിചാരിച്ചപ്പോൾ മുന്നിൽ അടിപൊളി ബ്ലോക്ക്. അതൊക്കെ കഴിഞ്ഞതേ പോയോണ്ടിരിക്കുമ്പോൾ ശിവന് പൈസ ഇടാൻ വേണ്ടി എൻ്റെ കുടുക്ക മേടിക്കണം എന്ന് പറഞ്ഞത് മേടിച്ചു. പിന്നെ ഞാൻ ലെൻസൊക്കെ വാങ്ങിയത് വിജനമായ വഴിയിലൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വീട്ടിലെത്തിയത് ശിവൻ്റെ കാര്യങ്ങൾ കഴിപ്പിച്ച് പൈസയൊക്കെ ഇട്ട് തുടങ്ങി. അപ്പം ഞാൻ എപ്പോഴും മേടിക്കുന്ന ഷെയ്ഡ് തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. കൂടെ സൊല്യൂഷനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. രാത്രി പോയിട്ട് ചോറൊക്കെ വെച്ച് കുറേ നേരം വലിയ കുട്ടുമോ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന്. ഇന്നും ഇങ്ങനെ ഇല്ല കേട്ടോ, വല്ലപ്പോഴും. എന്തായാലും ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മോളുടെ എക്സ്പ്രഷൻ കണ്ടില്ല, അടിപൊളിയാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ചേട്ടൻ്റെ ഉണ്ണിയുടെ 90 അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെയാണത്, May 17 ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.